നമസ്കാരം. എന്താണ് സിന്ധു നദീജല കരാർ? ഈ കരാറിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങിയാൽ എന്ത് സംഭവിക്കും? ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ 1960 സെപ്റ്റംബർ 19 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. ഈ കരാർ അനുസരിച്ച് ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്ന 6 നദികളിലെ ജലം എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കിഴക്കൻ നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നിവയുടെ നിയന്ത്രണം ഇന്ത്യക്കും, പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചെനാബ്, ഝലം എന്നിവയുടെ പൂർണ്ണ നിയന്ത്രണം പാകിസ്ഥാനുമാണുള്ളത്. ഈ നദികളിലെ 80% ജലം പാകിസ്ഥാൻ ഉപയോഗിക്കുമ്പോൾ 20% ജലത്തിലാണ് ഉപഭോഗേതര ആവശ്യങ്ങൾക്ക് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഈ നദിയിലെ ജലത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താനോ പാകിസ്ഥാനിലേക്ക് പോകുന്ന ജലത്തെ തടസ്സപ്പെടുത്താനോ ഇവിടെ ഡാം കെട്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനോ ഒന്നും തന്നെ ഇന്ത്യക്ക് അനുവാദമില്ല എന്ന് ഈ കരാറിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. സമാധാനത്തിന് നാം കൊടുക്കുന്ന വിലയാണിത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നെഹ്റു ഒപ്പിട്ട ഈ മണ്ടൻ കരാർ കഴിഞ്ഞ 65 വർഷമായി ഇന്ത്യ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറിയാൽ എന്ത് സംഭവിക്കും? ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയായ പാകിസ്ഥാനെ പിടിച്ചു നിർത്തുന്നത് വർഷം മുഴുവൻ ഈ നദികളിൽ നിന്ന് ലഭിക്കുന്ന ജലമാണ്. ഈ ജലം ഇല്ലാതായാൽ പാകിസ്ഥാനിൽ കുടിവെള്ളമില്ലാതെയാകും, കൃഷി ഇല്ലാതെയാകും, ഭക്ഷണമില്ലാതെയാകും, പണമില്ലാതെയാകും, വൈദ്യുതി ഇല്ലാതെയാകും. പാകിസ്ഥാന്റെ സമ്പന്ന പ്രദേശങ്ങളായ പഞ്ചാബിലേക്കും സിന്ധിലേക്കുമൊക്കെ മറ്റു പ്രവിശ്യകളായ ഗിൽജിത്തിൽ നിന്നും ബലൂജിൽ നിന്നും ഖൈബറിൽ നിന്നുമൊക്കെ ജനത കൂട്ടപലായനം നടത്തും. സ്വന്തം ജനതയ്ക്കെതിരെ പാകിസ്ഥാന് സൈന്യത്തെ വിന്യസിക്കേണ്ടതായിട്ട് വരും. ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറുന്നതിന്റെ ആത്യന്തികമായ ഫലം പാകിസ്ഥാന്റെ ആഭ്യന്തര കലാപവും ആ രാഷ്ട്രത്തിന്റെ നാശവുമായിരിക്കും. എന്തുകൊണ്ട് 3 യുദ്ധങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ ഈ കരാറിൽ നിന്ന് പിന്മാറിയില്ല? ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ഇന്ത്യ ഒറ്റപ്പെടുമായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സമ്മർദ്ദമുണ്ടാകുമായിരുന്നു, ലോകബാങ്കിന്റെ ഇടപെടൽ ഉണ്ടാകുമായിരുന്നു, അന്താരാഷ്ട്ര സമ്മർദ്ദം ഇന്ത്യക്ക് മുകളിൽ ഉണ്ടാകുമായിരുന്നു. ടിബറ്റിൽ നിന്ന് ആണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ആ നദിയുടെ പുറത്ത് ചൈനയ്ക്ക് നിയന്ത്രണമുണ്ട്. ബ്രഹ്മപുത്ര നദിയിൽ നിന്നും ഇന്ത്യ ജലമെടുക്കുന്നതിലും ചൈനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. ഈ വിഷയത്തിൽ ചൈനയുടെ സമീപനം വളരെ പ്രസക്തമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ഇതിനു തയ്യാറായി? ഇന്ത്യ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന രാഷ്ട്രമാണ്. എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്തും ആത്മവിശ്വാസവും ഇന്ന് ഇന്ത്യക്കുണ്ട്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. കോവിഡ് സമയത്ത് 100-ലധികം രാജ്യങ്ങൾക്ക് സഹായമെത്തിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 20-ലധികം രാജ്യങ്ങളുടെ സിവിലിയൻ ബഹുമതിയാണ് ഉള്ളത്. ഒറ്റ രാത്രി കൊണ്ട് പാകിസ്ഥാനിലേക്കുള്ള ജലത്തെ തടയാനോ ഗതി തിരിച്ചുവിടാനോ ഒന്നും ഇന്ത്യക്ക് സാധിക്കില്ല. പക്ഷേ ഇന്ത്യയുടെ നദികളിൽ വലിയ പദ്ധതികൾ കൊണ്ടുവരാൻ, തടയണകൾ നിർമ്മിക്കാൻ, കനാൽ വഴി ജലം തിരിച്ചുവിടാൻ, നദീ സംയോജനവും ഒക്കെ ഇന്ത്യക്ക് സാധിക്കും. പാകിസ്ഥാന്റെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്ന ഝലം നദിയുടെ അഴിമുഖത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വുള്ളർ തടാകത്തിൽ ഇന്ത്യ നിർമ്മിക്കുന്ന തുൽബുൽ പദ്ധതിയുടെ പ്രവർത്തനം ഇന്ത്യ പുനരാരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സൈനിക നടപടിയാണ് ഭാരതത്തിന്റെ ജനത ആഗ്രഹിക്കുന്നതെങ്കിലും ഈ കരാറിൽ നിന്നുള്ള പിന്മാറ്റം ആത്യന്തികമായി പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന്റെ നാശത്തിന് തന്നെ കാരണമാകും. ജവഹർലാൽ നെഹ്റു നിർവീര്യമാക്കിയ വാട്ടർ ബോംബാണ് നരേന്ദ്രമോദി ട്രിഗർ ചെയ്തിരിക്കുന്നത്. നന്ദി.